തെലങ്കാന നാഗർകുർണൂൽ ടണൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നാവികസേന കൂടിയെത്തും. മണ്ണിടിഞ്ഞ് 8 പേർ കുടുങ്ങിയതിന് 150 മീറ്റർ അകലെയാണ് നിലവിൽ ദൌത്യസംഘം. രാത്രി മുഴുവനും രക്ഷാപ്രവർത്തകർ ലൗഡ് സ്പീക്കറിലൂടെ പേര് വിളിച്ചിട്ടും കുടുങ്ങിക്കിടക്കുന്നവർ മറുപടി നൽകിയില്ല. ടണൽ പൂർണ്ണമായും അവശിഷ്ടങ്ങൾ വന്ന് മൂടിയ നിലയിലാണ്. വിവരങ്ങളുമായി കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, വളരെ ശ്രമകരമായ ദൌത്യമായിരുന്നു. കഴിഞ്ഞ ദിവസം സൈന്യം ഈ ദൌത്യം ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴത്തെ നാവികസേന കൂടി വരികയാണ്. എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഈ രക്ഷാദൗത്യം എല്ലാം മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോവുക. ഇതിപ്പോ 2ാം ദിവസം കടന്നു, 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ അപകടം നടന്നതിന്റെ 150 മീറ്ററിനടുത്ത് വരെ ഇപ്പോൾ എത്താനായിട്ടുണ്ട്. പക്ഷെ ഒരു പ്രതിസന്ധി എന്നുള്ളത് ഈ യന്ത്രഭാഗങ്ങൾ, അതായത് തകർന്ന യന്ത്രഭാഗങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഇതെല്ലാം മാറ്റിയ ശേഷം മാത്രമേ ഈ ആളുകൾക്ക് അടുത്തേക്ക് എത്താൻ ആവുള്ളൂ എന്നുള്ളതാണ് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാര്യം. ഏതായാലും വെള്ളവും ചെളിയും കാര്യമായി തന്നെയുണ്ട്. ഇതെല്ലാം തന്നെ പമ്പ് ചെയ്ത് മാറ്റുന്നുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ നാവികസേനയുടെ പ്രത്യേക സംഘമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഏതായാലും ഈ 8 പേരുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. പ്രത്യേകിച്ച് ഈ ലൗഡ് സ്പീക്കറൊക്കെ വെച്ച് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ഉള്ള ഒരു മറുപടിയൊന്നും ലഭിക്കുന്നില്ല എന്നാണ് രക്ഷാദൗത്യ സംഘം പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർക്കെല്ലാം തന്നെ നിർജ്ജലീകരണവും ഈ 3ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ബോധരഹിതരാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ഇപ്പോഴും രക്ഷാദൗത്യം. ചെളിയും വെള്ളവും കൂടുതൽ വ്യാപിക്കുന്നതാണ് രക്ഷാദൗത്യത്തിലേക്ക് ഒരു പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നതും, അല്ലേ? അതെ. അതായത് 9 അടിയിൽ മുകളിൽ വ്യാസമുള്ളതാണ് ഈ ടണൽ. ഈ ടണലിന്റെ 14ാം കിലോമീറ്ററിലാണ് ഇങ്ങനെ അപകടം നടന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് അത്രയും ഉയരത്തിൽ ചെളിയും മണ്ണും കൂടിക്കിടക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ മാറ്റിയ ശേഷം മാത്രമേ രക്ഷാദൗത്യ സംഘത്തിന് മുന്നോട്ട് പോകാൻ ആവുകയുള്ളൂ. ഏതായാലും കൂടുതൽ ശേഷിയുള്ള പൈപ്പുകളും മറ്റും കൊണ്ടുവന്ന് ഈ ചെളിയും അതുപോലെ തന്നെ മണ്ണും ചെളിയും വെള്ളവും ഒക്കെ അവിടെ നിന്ന് മാറ്റി ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും ഈ 3ാം ദിവസത്തിലും പുരോഗമിക്കുന്നത്. ഏതായാലും രാപ്പകൽ വ്യത്യാസമില്ലാതെ സൈന്യവും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ ഈ നടപടികളൊക്കെ, രക്ഷാദൗത്യമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി ശ്രീധരൻ, എന്തായാലും വളരെ ശ്രമകരമായ ദൗത്യമാണ് നടക്കുന്നത്. ഇപ്പോൾ നാവികസേന കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. 8 പേരാണ് ഈ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.